അപ്പൊ എന്തായാലും ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, എലിമിനേഷനും ആണ്. കുറച്ചു നേരത്തെ കൂടെ എലിമിനേഷൻ മാറ്റി വെക്കാം. നല്ലത് നല്ലതല്ലേ, കുറച്ചുകൂടെ നമുക്ക് ചില്ല് ചെയ്തിരിക്കാം. അപ്പൊ നമ്മളുടെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. ഹാർമോണിയത്തിലും കീബോർഡിലൊക്കെ വിസ്മയം തീർപ്പിക്കുന്ന ഒരു കലാകാരൻ. ഹാർമോണിയം ഉണ്ടല്ലേ, അപ്പൊ ഒരുവിധം എനിക്ക് കിട്ടി. എല്ലാരും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ഹാർമോണിയം എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രൂപയേ ഉള്ളൂ, മീശയില്ലാത്ത ഒരു രൂപ. ഗോൾഡൻ ഫിംഗേഴ്സ് ഇൻ കീസ്. ഒരുപാട് വലിയ വലിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ മ്യൂസിഷ്യൻസിനും പ്രകാശം പരത്തുന്ന ഒരാളല്ലേ? അതന്നെ പ്രകാശ് ഏട്ടൻ, പ്രകാശ് ഉള്ളിയേരി. ഒരുപാട് സ്നേഹത്തോടെ പ്രകാശ് ഏട്ടനെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രകാശേ. ശരതേട്ടാ. പ്രകാശ് ഏട്ടാ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു സോ മച്ച്. എപ്പോഴാണ് ശരത് സാറിനെയൊക്കെ ആദ്യമായിട്ട് കാണുന്നേ? ഇന്നലെ. ആലോചിക്കട്ടെ. അല്ല, ഹാർമോണിയം എന്ന് പറഞ്ഞപ്പോ തന്നെ പിടികിട്ടിയ ആളല്ലേ? അതിന്റെ മുന്നേ എനിക്ക് വേണുചേട്ടൻ, അപ്പുറത്തിരിക്കുന്ന വേണുചേട്ടൻ. ഞാൻ ശരതേട്ടാ, ഞാൻ ഗാനമേളയ്ക്ക് വായിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി സിംഗറിന് വായിക്കുന്നത് വേണുചേട്ടൻ. അത് പാലക്കാട്ടിലെ ഏകദേശം ഒരു 30 വർഷത്തോളമായി അത്. പിന്നീട് ഞാൻ കുറച്ചിങ്ങനെ ഹരിജിയുടെ ഒക്കെ കോൺസേർട്ടിന് പോകുമ്പോ വേണുചേട്ടന്റെ പ്രോഗ്രാമിന് കൽക്കട്ട അവിടെയൊക്കെ പോയത് വൈഫാ ജിതയാണ് ഇപ്പൊ കൊണ്ടുനടക്കുക. അപ്പൊ വല്ലാത്തൊരു ബന്ധമാണ് വേണുചേട്ടനായിട്ട്. വേണുചേട്ടനെ കാണാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. അത് ഓർഡർ വെച്ചിട്ട് വരിക. നമ്മളിനി മീൻ പൊരിക്കാൻ ഇട്ടേക്കുന്നോണ്ട് ഇരിക്കുകയാണല്ലോ ഇവിടെ. ഇനി അടുത്ത ഞാൻ ശരത്തേട്ടൻ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഞാൻ സത്യത്തില്. കാരണം കണ്ടിട്ടും പഠിച്ചിട്ടും കൂടിയിട്ടും എല്ലാം തന്നെ എൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടും അല്ലെങ്കിൽ കൂടിയ കലാകാരന്മാരിൽ നിന്നുമാണ് ഞാൻ ഇങ്ങനെ ഇന്ന് ഇവിടെയും കൂടെ നിൽക്കാൻ അങ്ങനെ ആക്കിയത്. പ്രത്യേകിച്ച് ഒരു ഗുരു എന്നുള്ളതൊന്നല്ല. അപ്പോൾ ശരത്തേട്ടൻ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണക്കത്ത് ഇറങ്ങിയ സമയത്ത് ചെമ്പൈ കോളേജിൽ പഠിക്കുക ഞാൻ. അപ്പോൾ അവിടെ അന്ന് മൊബൈലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് അവിടെയുള്ള ഒട്ടുമിക്ക കുട്ടികളും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് മംഗളങ്ങളാ. അപ്പൊ അന്ന് മുതൽ ശരത്തേട്ടൻ അറിയാം, അതിനു മുമ്പും അറിയാം. അപ്പൊ പിന്നീട് നമ്മള് എന്താ പറയാ, ലൈക്ക് ഒരു ഗുരുവാണ്. അവിടെ തൊട്ടേ നമുക്ക് പഠിക്കാനും കേൾക്കാനും എല്ലാം തന്നെ. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ ഉള്ളൊരു കാരണം ഫിലിം സോങ്സ് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഞങ്ങള് ചുരുങ്ങിയത് മാസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും കാണുന്നുണ്ട്, പ്രോഗ്രാമിന് കൂടുന്നുണ്ട്. വിവിധ തരം പരീക്ഷണങ്ങളാ, ചെണ്ടകളും. അപ്പൊ എനിക്ക് കുറച്ചുകൂടി പണ്ട് ദൂരെ നിന്ന് കണ്ടതും അറിഞ്ഞതും കൂടുതലായിട്ട് ഇപ്പൊ കേൾക്കാൻ, അറിയാനും അറിയിക്കാനും അറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇരിക്കുന്ന ഇപ്പൊ ഒരുപാട് ഹിറ്റുകൾ പാട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതിൽ വിഷമമുണ്ടോ പ്രകാശ്? ഒരിക്കലും ഇല്ല, കാണാൻ അപ്പോ അത്രയും പാട്ടുകൾ, ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള യുവതലമുറയിലെ ഒരു ഗായികയെ പരിചയപ്പെടാനും അതുപോലെ കാണാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിലെല്ലാം ഉപരി നമ്മള് മ്യൂസീഷ്യൻസ് എപ്പോഴും എന്റെ മ്യൂസീഷ്യൻസ് നമ്മളുടെ ഒരു ശക്തിയാണ് ശരത്തേട്ടാ, അല്ലേ? ബ്യൂട്ടിഫുൾ മ്യൂസീഷ്യൻസ് എല്ലാവരും തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്. അപ്പോ അതിലും വളരെ സന്തോഷമുണ്ട് അവരെയൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രകാശന്റെ പെർഫോമൻസ് കാണാം ചേട്ടാ. നമ്മളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ടൊന്ന് കേൾക്കണം. തീർച്ചയായിട്ടും. ഞാൻ മാത്രല്ല, എന്റെ കൂടെ നമ്മളെ ആൾക്കാരില്ലേ. പിന്നെ ഇവരൊന്നും ഇല്ലാണ്ട് എന്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും റെഡി? ഓക്കെ. ശരത് സാർ, വേണുചേട്ടാ, ചേച്ചി, ദേ പ്രകാശ് ചേട്ടൻ ഫുൾ ഫാമിലി സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. പ്രകാശ് ചേട്ടാ, ഒരു റിക്വസ്റ്റ്. ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ലാലേട്ടന് വേണ്ടി പ്രകാശന്റെ സൈഡിൽ നിന്ന് ഒരു ഡെഡിക്കേഷൻ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. 2-3 പ്രോഗ്രാം അദ്ദേഹമായിട്ട് കൂടാനും പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആശംസകൾ എന്റെ പേരിലും എന്റെ ഹാർമോണിയത്തിന്റെ പേരിലും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. താങ്ക് യു. അപ്പൊ ഞാൻ വായിക്കാം.
ആ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ കോളേജ് ജീവിതത്തില് ശരത്തേട്ടന്റെ പാട്ട്. ശരത്തേട്ടൻ്റെ ഒരു പാട്ട് വായിക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് വായിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ഈ വേദിയിൽ വായിക്കാൻ എൻ്റെ ആൾക്കാരുടെ കൂടെ വായിക്കുമ്പോൾ ഒരു സുഖം. അതെ, ഓക്കെ. സൂപ്പർ സൂപ്പർ, അസാധ്യം പ്രകാശ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഭയങ്കര സോൾഫുൾ ആയിരുന്നു. ഈ ഒരു പാട്ട് വായിക്കാൻ സാധിച്ചത്, ശരത്തേട്ടൻ്റെ മുമ്പിൽ വായിക്കാൻ സാധിച്ചത് വേണം ചേട്ടാ. എല്ലാവരുടെ മുമ്പിൽ പോകാൻ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ, അവർക്ക് ഒരു നല്ലൊരു കഴിവ്. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? ഞാൻ ഒരു അതിമോഹമാണ്, എന്നാലും ശരത്തേട്ടൻ ഒന്നും ഇങ്ങോട്ട് വന്നാൽ എനിക്കൊരു ഒരു 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 ഗസൽ, അതാണ് സത്യത്തിൽ. ഈ അഭ്യാസങ്ങളൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും വന്നതിന്റെ ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ വേണോട്ടനും അറിയാം ഗസൽ. ശരത്തേട്ടാ പ്ലീസ് പ്ലീസ്. എന്താ ബോധം കെട്ട് വീണോ? ചെറിയ തോതില്. അതെന്താ ഒരു ആഗ്രഹമല്ലേ? ബോധം കിടന്നൊക്കെ ഒരു ട്രെൻഡാ. ഞാൻ പ്രകാശ് അവിടെ വരാൻ. ശരി, പ്ലീസ്, താങ്ക് യു. അങ്ങനെ പ്രകാശ് ഏട്ടന്റെ ആഗ്രഹപ്രകാരം ശരത് സാർ വന്നിരിക്കുകയാണ്, പാടാൻ പോവാണ്. നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തേക്കുന്നത്? എന്താണ് ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഒറ്റ വാക്കില് പെട്ടു. പെട്ടോ? എന്ത് പറ്റു ചേട്ടാ? അല്ല, ശരത്തേട്ടന്റെ കമ്പോസിഷൻ എന്ന് പറയുമ്പോ ഇത് 25 വർഷം മുന്നേ ശരത്തേട്ടൻ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ വേണുചേട്ടാ, ഇതൊരു ഡേഞ്ചറസ് കമ്പോസിഷൻ ആണ്. ഞാനിപ്പോ കുറച്ചു നേരം അത് കേട്ടപ്പോഴേ ഷഡ്ജം ഏതാണെന്നുള്ളത് മറന്നു കഴിഞ്ഞു ഞാൻ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു പ്രേതം പിടിച്ച പോലത്തെ ഒരു അവസ്ഥ. ഇനി ഇത് ആർക്കും അറിഞ്ഞുകൂടാ, അതാണ് എന്റെ ഒരു സത്യാവസ്ഥ. നമ്മുടെ കിണ്ണാച്ചി പാടിയതായത് നമ്മുടെ ശ്രീനിവാസേട്ടൻ, അപ്പൊ ആരും കേട്ടിട്ടില്ല. അപ്പൊ അതെന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്ന് എല്ലാവരും ഇത് കേൾക്കാൻ പോവാണ്. പ്ലീസ് പ്ലീസ് ചേർത്തേട്ടാ, താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞാൻ അവിടെ പോയിരിക്കാം. ഓക്കെ, നിങ്ങൾ പൊളിച്ചോളൂ. ഓക്കെ.
नादान तुझे हुआ क्या है दिले नादान तुझे हुआ क्या है आंखें किस दर्द की आंखें किस दर्द की दवा क्या है दिले ये नादान मुश्ताक और वो बेजार हम हैं मुश्ताक और वो बेजार इलाही की माजरा क्या है आंखें किस दर्द की आंखें किस दर्द की दवा क्या है दिले ये नादान दिले नादान താങ്ക് യു.